അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ യഥാർത്ഥ അടിയാറുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് ദുആ ചെയ്യാം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. ഹലാലായ ഭക്ഷണം കഴിക്കാനും പിന്നീട് അള്ളാഹുവിനെ അമല് ചെയ്യാനും അള്ളാഹു താല ഖുർആനിലൂടെ നമ്മോട് പറയുന്നുണ്ടല്ലോ. അപ്പൊ നമ്മുടെ ഭക്ഷണം ഹലാലല്ലെങ്കിൽ നമ്മുടെ അമലുകൾ പോലും സ്വീകാര്യത കുറഞ്ഞു പോകും എന്ന് ആ ആയത്തിന്റെ ഉദ്ദേശത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ ഏത് രീതിയിലാണോ ആ രീതിയിലായിരിക്കും നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ വർത്തമാനങ്ങൾ, നമ്മുടെ മറ്റു എല്ലാ കാര്യങ്ങളും നിലകൊള്ളുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടാവും. നമ്മുടെ ആരോഗ്യവും അങ്ങനെ തന്നെയാണല്ലോ. ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ ആരോഗ്യവും നിലനിൽക്കുന്നത്. ശരീരത്തിന് അപകടകരമാകുന്ന ഭക്ഷണങ്ങൾ കഴിച്ചാൽ നമ്മുടെ ആരോഗ്യം ക്ഷയിച്ചു പോകും. നമ്മുടെ ആരോഗ്യത്തിന് ഗുണകരമായ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നുവെങ്കിൽ നമ്മുടെ ആരോഗ്യം വർദ്ധിക്കുകയും ചെയ്യും. അപ്പൊ മോശമായ ഹറാമായതാണ് കഴിക്കുന്നതെങ്കിൽ അത് നമ്മുടെ ഇടപാടുകളിലായാലും സംസാരങ്ങളിലായാലും പ്രവർത്തനങ്ങളിലായാലും ഇടപെടലുകളിലായാലും എല്ലാം അത് തെളിഞ്ഞു നിൽക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മഹാനായ അബൂബക്കറുൽ വറാഖ് റഹിമഹുമുള്ള മഹാനവറുകൾ പറയുകയാണ്, ഞാൻ രാവിലെ നടന്നു പോകുന്ന സമയത്ത് രാത്രി സമയത്ത് ഹറാം കഴിച്ച ആളുകളെ എനിക്ക് പ്രത്യേകം മനസ്സിലാക്കാൻ കഴിയും. ഒരാൾ ചോദിച്ചു, എങ്ങനെയാണ് മഹാനെ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? മഹാനായ അബൂബക്കറുൽ വറാഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, രാത്രിയിൽ ഹറാം കഴിച്ച ആളുകൾ രാവിലെ ഗീബത്ത് കൊണ്ടും നമീമത്ത് കൊണ്ടും മറ്റുള്ള മോശമായ പ്രവർത്തനങ്ങളെ കൊണ്ടും വർത്തമാനങ്ങളെ കൊണ്ടും വ്യാപൃതരായിരിക്കും. നല്ല ഭക്ഷണമാണ് കഴിച്ചതെങ്കിലോ അവർ ദിക്ർ കൊണ്ട്, സ്വലാത്ത് കൊണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള നല്ല നല്ല സംസാരങ്ങളെ കൊണ്ട് വ്യാപൃതരായിരിക്കും. ഇതാണ് അതിന്റെ അടയാളം എന്ന് മഹാനായ അബൂബക്കറുൽ വറാഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അപ്പൊ നമ്മുടെ ഭക്ഷണം നല്ലതായിരിക്കാൻ, ഹലാലായിരിക്കാൻ, മറ്റുള്ളതിലൂടെ അധർമ്മത്തിലൂടെ അപഹരിച്ചെടുത്തതിലൂടെ കഴിക്കുന്നവരായി നമ്മൾ മാറരുത്. അല്ലാഹു തആല നമുക്ക് നല്ലത് പറയാനും നല്ലത് പ്രവർത്തിക്കാനും നല്ലത് മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.